ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങി പിന്നീട് ഈ UK-ലേക്ക് US-ലേക്കൊക്കെ പോകുമ്പോൾ കൾച്ചറൽ ഡിഫറൻസ് വരുന്നുണ്ട്, റൂൾസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ ബിസിനസ് വ്യാപിപ്പിക്കുമ്പോൾ ഓരോ നാട്ടിലും അതിനെ വളർത്തിക്കൊണ്ടിരുന്നതൊക്കെ എങ്ങനെയായിരുന്നു? അല്ലെ, ഞങ്ങള് ഇപ്പൊ കൊറോണക്ക് മുമ്പ് ഞങ്ങൾ ആദ്യം ജോർജിയയിൽ തുടങ്ങി. ജോർജിയ നല്ലൊരു ടൂറിസ്റ്റ് ഉള്ളൊരു സ്ഥലമാണ്, ടൂറിസ്റ്റുകൾ അധികം വരുന്നൊരു സ്ഥലമാണ്. അതായത് യൂറോപ്പിൽ പെട്ടതല്ല, സെപ്പറേറ്റ് രാജ്യമാണ്, റഷ്യയിൽ നിന്ന് വേർപെട്ടിട്ടുള്ള രാജ്യമാണ്. പക്ഷെ ഒരു യൂറോപ്പ് ട്രിപ്പ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബഡ്ജറ്റ്ലി പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ജോർജിയ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പ്രൊജക്ട് ചെയ്ത്, അത് ഇപ്പം ഈ പറഞ്ഞ ഒരു ദാലിയ ഗ്രൂപ്പിൻ്റെ അടുത്ത് മിസ്റ്റർ നൗഷാദും മുനീറും കൂടിയാണ് ഞങ്ങൾ അവിടെ തുടങ്ങിയത്. അത് കൊറോണയുടെ സമയം വരെ അതവിടെ ഓടിച്ചുകൊണ്ടിരുന്നു, തെറ്റില്ലാതെ പോയിക്കൊണ്ടിരുന്നു. കൊറോണക്ക പ്രതിസന്ധി വന്നപ്പോൾ ഒക്കെ ലീസിലാണല്ലോ, വാടക ഒക്കെ കൊടുക്കാൻ പറ്റാതെ അത് നഷ്ടപ്പെട്ടു. അതിപ്പോൾ ജോർജിയ ഇല്ല. അതിന് ശേഷമാണ് പിന്നെ മാൾട്ട അങ്ങനെയുള്ള യൂറോപ്പ് സ്ഥലങ്ങളിലും UK പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇപ്പോൾ വ്യത്യസ്തമായി ഒരു ബിസിനസ്സുകാർ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ നമ്മളെ റോൾ മോഡലായിട്ടുള്ള നമ്മളെ പ്രിയങ്കനായിട്ടൊരു യൂസഫ് അലി സാഹിബൊക്കെയാണ്. അതായത് ലോകത്തിലെത്തും ഇപ്പൊ അതിൻ്റെ ഒരു അംശം പോലും ഞങ്ങളില്ലാട്ട, അഹങ്കാരം ഇല്ലാതെ തന്നെ പറയാണ്. അത് വേറെ രീതി ഇത്. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം പറയണം, എക്സ്റ്റാബ്ലിഷ് ആവുക, എല്ലാ സ്ഥലങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുക, ലോകൊട്ടാകെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറുക, ഒരു ഫാം അങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് പറയുമ്പോഴും നമ്മുടെ അടിത്തറ തന്നിട്ടുള്ള കുവൈറ്റ്, അവിടെ ഉള്ളൊരു പ്രോഫിറ്റ് ബേസും അവിടെ ഉള്ള ഒരു നിയമ, നമുക്ക് ഏതൊരു സ്ഥലത്തെ ഉണ്ടല്ലോ, UK-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ രീതിയിലുള്ള നിയമങ്ങളൊക്കെയാണ്. പക്ഷെ കുവൈറ്റിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള, അതിന് ആ രാജ്യത്തിന് ബിഗ് സല്യൂട്ട്, ഭരണാധികാരികൾക്ക് ബിഗ് സല്യൂട്ട്, വളരെ നന്ദിയോടെ. ഒരുപാട് ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകളും ഒന്നും എത്താതെ പോയ ആളുകളും കുവൈറ്റിൽ ഒരുപാടുണ്ട് കേട്ടോ. അതുണ്ടെങ്കിലും വിസ്മരിക്കാൻ പറ്റാത്തൊരു ബിസിനസ് എന്നുള്ള നിലക്ക് ഇപ്പം നമ്മൾ ഇന്ത്യയിലൊരു ബിസിനസ് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അതേമാതിരി ഇപ്പം ജോർജിയ ചെയ്തു, യൂറോപ്പിലും UK-ലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒമാനിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കുവൈറ്റ് അതൊരു നമ്മളൊരു ഒരു മാതൃബന്ധം എന്ന് പറയുന്ന പോലെ തന്നെ വളരെ, അതായത് ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അതിന് ഒന്നും നമ്മ ഏത് നിലക്ക് അവിടുത്തെ ആളുകളോടും ജനങ്ങളോടും ഭരണാധികാരികളോടും നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പം 41 വർഷമായിട്ടും നമ്മൾക്ക് അവിടെ വിട്ടു പോരാൻ കഴിയാത്തതും. അത് മറ്റു ഏത് ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോഴും ബിസിനസ്സുകാർ ശരിക്കും തുറന്നു പറയാത്താണ്. സക്സസ് ആണ് എന്ന് പറയലാണ്. പക്ഷെ എൻ്റെ രീതി അതല്ല. ഏതാണോ നെഗറ്റീവ്, ഏതാണോ പോസിറ്റീവ്, ആ പോസിറ്റീവിനെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിന് കുവൈറ്റ് പോലുള്ളൊരു സ്ഥലം വളരെ അനുയോജ്യമാണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഒരു കമ്മിറ്റും കൂടിയാണ്. നമ്മളൊരു സർവീസാണത്. ഒരു ബിസിനസ് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ലാഭത്തിന് വേണ്ടി തന്നെ ചെയ്യണം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയണേ, ഇപ്പം നാട്ടിൽ 1-2 പ്രൊജക്ടുകൾ നാട്ടിൽ, അതല്ലാതെ തന്നെ അങ്ങ് ദാലിയ ഗ്രൂപ്പിന്റെ തന്നെ 1 സിറ്റി പ്രൊജക്ട് ഉണ്ട് കോഴിക്കോട് കക്കോടി, ഒരു 1 സിറ്റി പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ നൗഷാദും മുനീറും ഒക്കെ ഭാഗവാക്കാണ്. അതോടൊപ്പം ബാംഗ്ലൂർ 2-3 ലാൻഡ് എടുത്തിട്ട് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ തീർന്നതുണ്ട്, അത് ഇപ്പം ചാലുവായി, അത് ഇതിലേക്ക് വന്ന് റെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ അതേമാതിരി എറണാകുളം ബേസ് ചെയ്തിട്ട് ലാൻഡ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 4 സ്റ്റാർ ഹോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടുത്തെ നിയമങ്ങളും അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും അത് ഞാൻ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളോട് ഒരു ലാൻഡ് രജിസ്ട്രേഷനൊക്കെ ഒരുപാട് സമയം പിടിക്കും. അതിൻ്റെ ഡോക്യുമെന്റും പേപ്പർ വർക്കിനൊക്കെ ഒരുപാട് രസമുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ഞങ്ങൾ അതിന് ശേഷം ഇപ്പൊ 2-3 ലാൻഡ് എടുത്തു. നമുക്ക് 2 മണിയൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. അപ്പൊ 2 മണിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ നമ്മൾ 2 മണിക്ക് അവിടെ എത്തുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് ഡോക്യുമെന്റേഷനൊക്കെ കഴിയുന്നു. ഒരു 4 മണിയാകുമ്പോൾ നമ്മളെ മൊബൈലിലേക്ക് PDF ആയിട്ട് ആധാരം, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരം വരുന്നു. പിറ്റേ ദിവസം നമുക്ക് ഒറിജിനൽ പോയിട്ട് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം. അത്രയും ഫ്ലെക്സിബിൾ അല്ല നമ്മുടെ നാട്ടിൽ. പിന്നെ അവിടെ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ചെറിയൊരു 5 സെന്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും.
നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതല്ല, ഇത്ര മീറ്റർ ഇങ്ങോട്ട് വിടണം, ഇത്ര മീറ്റർ ഇങ്ങോട്ട് വിടണം, അതിനുശേഷം അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെ, നമ്മൾ റിയാലിറ്റി നമ്മൾ കണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സർവീസും കൂടിയാണ്. ആ രാജ്യത്തിന് കൊടുക്കുന്ന, അവിടെ കൊടുക്കുന്ന. ഇപ്പൊ നമ്മളൊരു ഒരു ഹൈടെക് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഏരിയയിലൊക്കെ ഉള്ള എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയല്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, ആ ഒരു കൾച്ചറോട് നമ്മ താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഇപ്പൊ എൻ്റെ വീട്ടിലൊരു ഉച്ച നേരത്ത് ഒരു 2-3 ഗസ്റ്റുകൾ വന്ന് വിചാരിക്കാം. ഞങ്ങള് വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള, എനിക്കും ഭാര്യക്കും മക്കൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലെ. സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾക്ക് സമീപിക്കാൻ പറ്റുന്ന എന്താണ്, ഏതെങ്കിലും അടുത്ത റെസ്റ്റോറൻറ്റ്, ഇപ്പൊ സൊമാറ്റോ അതേമാതിരി പല സംഭവങ്ങളുണ്ട്. അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ, നമ്മുടെ ജംഗ്ഷനിൽ തന്നെ അതിന് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ, ഹൈടെക് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ, അത് ആ നാടിന് കൊടുക്കുന്ന സേവനം കൂടിയാണ്. നല്ല ഭക്ഷണം പറഞ്ഞ സമയത്ത് അവരെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും, കാരണം അത് അവർക്ക് സർവീസ് കൂടിയാണ്. അപ്പൊ അതേമാതിരിയുള്ള ഇപ്പൊ ഞങ്ങൾ വേറൊരു പ്രൊജക്ട്, ഒരു മുസ്ലിസ് ഗവൺമെന്റ് തരത്തിലുള്ള ഒരു പ്രൊജക്ട് കൂടി ചെയ്യുന്നു. ഗവൺമെന്റിൽ നിന്ന് ലീസിന് സ്ഥലം എടുത്തുകൊണ്ട് ഒരു ബീച്ചിൽ ഒരു 2000-3000 പേർക്ക് ഇരിക്കാവുന്ന ഒരു കല്യാണ മണ്ഡപം, അതേമാതിരി ഒരു സ്വിമ്മിംഗ് പൂള്, ഒരു 25 അങ്ങനെ ഹട്ടുകൾ ആളുകൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ കോവളത്തോ അല്ലെങ്കിൽ മറ്റുള്ള ചെറായി, ഇപ്പോൾ ഇവിടെ അടുത്ത് പറയുന്ന ചെറായി, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക്, കുറേ ആളുകൾക്ക് ജോലി, ആ പഞ്ചായത്തിനും ആ മുനിസിപ്പാലിറ്റിക്കൊക്കെ നല്ല വരുമാനം, അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടണം നിർബന്ധം. അതോടൊപ്പം നമ്മൾ എവിടെയാണ് ചെയ്യുന്നത് അവർക്ക്, ആ നാട്ടുകാർക്ക് അതൊരു സർവീസ് കൂടിയാണ്. അതെ. ഇപ്പൊ ഒരുപാട് കഷ്ടതകളിലൂടെ വന്നിട്ടുള്ളതാണ് ബാല്യം എന്നുള്ളത് പറഞ്ഞു. 10ാം ക്ലാസ് ഒക്കെ ഒന്ന് പഠിക്കാൻ വരെ ഇത്രയും കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടുകൾ ഇന്ന് എത്തി നിൽക്കുന്ന ജേണിയിലും ഇപ്പോഴും എന്തൊക്കെ വാല്യൂസാ അന്ന് അത് അനുഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റുന്നത്, അല്ലെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടുള്ളത്? മെയിനായിട്ട് അത് ഈ പറഞ്ഞ ഒരു 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ പുസ്തകം വാങ്ങാൻ, ഡ്രസ്സ് വാങ്ങാൻ നിവൃത്തിയില്ലാതെ ഒന്നൊരവസ്ഥ അന്നത്തെ കാലത്താണ് പറഞ്ഞത്. 79 കഥയാണ് ഈ പറഞ്ഞത്. അതെന്നെ മനസ്സിനെ വല്ലാതെ, ഓരോ ഘട്ടങ്ങളിലും നമ്മ ഉയർച്ച വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ, അതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു മീഡിയയിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ഓർമ്മക്കായി, അതിൻ്റെ ഒരു ഇതിനായി ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കോളർഷിപ്പ്, പല രൂപത്തില് അവർക്ക് വേണ്ട ഫീസ് കൊടുക്കുന്നുണ്ട്, അവരുടെ എല്ലാവിധ പഠനോപകരണങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്ന കുട്ടികളുണ്ട്, ഒരുപാടുണ്ട്. അപ്പം എത്രമാത്രം കൊടുക്കുന്നു എന്നുള്ളതൊന്നും ഈ ഒരു വേദിയിൽ പറയേണ്ടതല്ല.